ഹായ് ഓൾ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റിലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ബി പ്രിലിമിനറി എസ്റ്റിമേറ്റ്, ഓപ്ഷൻ സി പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ഓപ്ഷൻ ഡി ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ എസ്റ്റിമേറ്റിലെ ഏറ്റവും കൂടുതൽ നമുക്ക് റിലയബിൾ ആയിട്ട് ഉള്ള എസ്റ്റിമേറ്റിൻ്റെ പേരാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ബാക്കിയെല്ലാം തന്നെ എന്താണ്, അപ്രോക്സിമേറ്റ് ആണ് അല്ലേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ISI മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ദ ഓർഡർ ഈസ് ഇൻ ദ സീക്വൻസ്. അപ്പോൾ ISI മെത്തേഡിൽ നമ്മൾ മെഷർമെൻറ്റ്സ് എഴുതുന്ന സമയത്ത് ഏത് ഓർഡറിൽ വേണം മെഷർമെൻറ്റ്സ് എഴുതാൻ? എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ എ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, ഓപ്ഷൻ ബി ബ്രെഡ്ത്ത് ലെങ്ത് ഹൈറ്റ്, ഓപ്ഷൻ സി ഹൈറ്റ് ലെങ്ത് ബ്രെഡ്ത്ത്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. നമ്മളെപ്പോഴും ISI മെത്തേഡിൽ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഇങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം വിഡ്ത്ത് ഓഫ് സെപ്റ്റിക് ടാങ്ക് ഈസ് കോൾഡ് ഈസ് ടേക്കൺ ആസ്. സെപ്റ്റിക് ടാങ്കിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 70 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 75 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 80 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 90 സെൻറ്റിമീറ്റർ. സെപ്റ്റിക് ടാങ്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75 സെൻറ്റിമീറ്റർ ആണ് തരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് സിങ്ക് ഓഫ് വാഷ് ബേസിൻ എബോവ് ദ ഫ്ലോർ ലെവൽ കെപ്റ്റ്. അതായത് നമ്മുടെ വാഷ് ബേസിൻ വെക്കുന്ന സമയത്ത് ഫ്ലോർ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കണം നമ്മുടെ വാഷ് ബേസിൻ ഉണ്ടാവേണ്ടത്? ഓപ്ഷൻ എ 60 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 70 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 75 to 80 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 90 സെൻറ്റിമീറ്റർ. വാഷ് ബേസിൻ എന്ന് പറയുന്നത് 70 to 80 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് അപ്പ് ദ സെഡിമെൻ്ററി റോക്ക് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ താഴെ പറയുന്നതിൽ സെഡിമെൻ്ററി റോക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്ലേറ്റ്, ഓപ്ഷൻ ബി നീസ്, ഓപ്ഷൻ സി മാർബിൾ, ഓപ്ഷൻ ഡി ലൈം സ്റ്റോൺ. അപ്പോൾ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത് ഏതാണ്? ലൈം സ്റ്റോൺ ആണ്. ബാക്കിയുള്ള എല്ലാം പറഞ്ഞേക്കുന്നത് മെറ്റമോർഫിക് റോക്കിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ലൈം സ്റ്റോൺ ആണ് ആൻസർ, ഓപ്ഷൻ ഡി ലൈം സ്റ്റോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇൻ ലിവിങ് ട്രീസ് ദ ഗ്രോത്ത് ഈസ് ഡ്യൂ ടു. ഗ്രോത്ത് ഒരു ലിവിങ് ട്രീയിൽ ഗ്രോത്ത് സംഭവിക്കാൻ കാരണമായിട്ടുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പിത്ത്. പിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സെൻട്രൽ പോർഷനെയാണ് പിത്ത് എന്ന് വിളിക്കുക. അതിന് ചുറ്റുമായിട്ട് നമുക്ക് എന്തുണ്ട്? ഹാർഡ് വുഡ് ഉണ്ട്, പിന്നെ അതുപോലെ കേമ്പിയം ഉണ്ട്, പിന്നെ സാപ്പ് വുഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാപ്പ് വുഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രിയൻസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് സാപ്പ് ഉള്ളത് കൊണ്ടാണ്. സാപ്പ് എവിടെയുള്ള? സാപ്പ് വുഡിൽ. അപ്പോൾ അത് കാരണമാണ് എന്തുണ്ടാവുന്നത്? ഗ്രോത്ത് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സാപ്പ് വുഡ് ആണ് നമുക്ക് ലിവിങ് ട്രീയിൽ ഗ്രോത്തിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഇൻ ദ കമ്പോസിഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ കേസിലാണ്, പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് സിലിക്കയുടെ കണ്ടൻറ്റ് പറയുന്നത് 23% ആണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ 64%, 22%, 6, 5. ഇതിൽ കൂടുതൽ ആപ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്രയാണ്? 22% നമുക്ക് എടുക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ എക്സ്റ്റേണൽ കോർണർ ഓഫ് ദി വാൾ സർഫസ് ഈസ് നോൺ ആസ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ വാൾ സർഫസിൻ്റെ എക്സ്റ്റേണൽ കോർണറിൽ വരുന്ന ആ ഒരു കോർണറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോർണർ എന്നാണോ അതോ സ്ട്രെച്ചർ? ഓപ്ഷൻ സി പെർപെൻഡ്, ഓപ്ഷൻ ഡി കോയിൻ. ഏതാണ്? കോയിൻ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ. ബ്രിക്ക് മേസൺറിയിൽ നമ്മൾ പഠിക്കുന്നതാണ്, കോയിൻ എന്നാണ് വിളിക്കുക. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ റേഞ്ചിങ് പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൈൻ റേഞ്ചർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ പ്രൊലോങ്ങേഷൻ ഓഫ് ദി ചെയിൻ ലൈൻ, ഓപ്ഷൻ ബി സെറ്റിംഗ് റൈറ്റ് ആംഗിൾസ് ടു ദ ചെയിൻ ലൈൻ, ഓപ്ഷൻ സി ബൈസെക്റ്റിംഗ് ദ ചെയിൻ ലൈൻ, അതുപോലെ ഓപ്ഷൻ ഡി ഫിക്സിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ ദി ചെയിൻ ലൈൻ. അപ്പോൾ ഇതിൽ ചെയിൻ ലൈനിൽ നമുക്ക് ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ റേഞ്ചർ യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഫിക്സിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ ദി ചെയിൻ ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡിഗ്രി ഓഫ് എ കർവ് ഈസ് 4.5 ദ റേഡിയസ് ഓഫ് ദി കർവ് ഈസ്. ഇപ്പം ഡിഗ്രി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ S by സ്റ്റാൻഡേർഡ്
ലെങ്ത് ഡിവൈഡഡ് ബൈ ഡിഗ്രി ഇൻറ്റു 180/π എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ സാധാരണ സ്റ്റാൻഡേർഡ് കർവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? 30 മീറ്ററോ 20 മീറ്ററോ ആയിരിക്കും. നമ്മൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 30 എടുക്കാം. 30 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ് തന്നേക്കുന്നത്? 4.5 ഇൻറ്റു 180/π. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 382 പോയിൻറ്റ് സംതിങ് കിട്ടും. ഇത്രയും മീറ്റേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. 382 മീറ്റർ ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The vertical distance between total energy line and hydraulic gradient line represent. ടോട്ടൽ എനർജി ലൈനിനും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിനും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെലോസിറ്റി ഹെഡ് എന്നല്ലേ. ഓപ്ഷൻ എ സ്റ്റാറ്റിക് ഹെഡ്, ഓപ്ഷൻ ബി വെലോസിറ്റി ഹെഡ്, ഓപ്ഷൻ സി പ്രഷർ ഹെഡ്, ഓപ്ഷൻ ഡി ഡാറ്റ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിഗർ കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജി. ടോട്ടൽ ഹെഡാണ് ഇവിടെ, ടോട്ടൽ ഹെഡും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വെലോസിറ്റി ഹെഡ് എന്നാണ് അല്ലേ. വെലോസിറ്റി ഹെഡ്. ഇതാണ് എലിവേഷൻ ഹെഡ്. ഓക്കെ, FM നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ റിജിഡ് പേയ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്? റിജിഡ് പേയ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വാട്ടർ ബൗണ്ട് മെക്കാഡം, ഓപ്ഷൻ ബി ബിറ്റുമിനസ് പേയ്മെൻറ്റ്, ഓപ്ഷൻ സി ഗ്രാവൽ പേയ്മെൻറ്റ്, ഓപ്ഷൻ ഡി സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ്. ഈ മോളിൽ പറഞ്ഞേക്കുന്ന 3 ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പം റിജിഡ് പേയ്മെൻറ്റിൽ വരുന്ന ഏതാണ്? സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻ്റ് ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആർട്ടിഫിഷ്യൽ ബാരിയർ കൺസ്ട്രക്റ്റഡ് ഇൻ ദ സീ ഫോർ മേക്കിംഗ് ദ എൻക്ലോസ്ഡ് ഏരിയ സേഫ് ഫോർ ദി ആങ്കറേജ് ഓഫ് ഷിപ്സ്. അതായത് നമ്മൾക്ക് അറിയാം, ഹാർബർ ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ ഡോക്ക് ഹാർബർ ഏരിയാസിലൊക്കെ അവിടെ എന്താണ്, നമ്മുടെ ഷിപ്പിനെ പ്രോപ്പറായിട്ട് ആങ്കറേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ വരുന്ന വേവ്സിൻ്റെയൊക്കെ ഇമ്പാക്റ്റിൽ നിന്നും നമ്മുടെ ആ ഒരു ഷിപ്പിനെ ആങ്കർ ചെയ്ത് നിർത്തുന്ന ആ ഒരു ഏരിയ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ നിർമ്മിക്കും അല്ലേ. ഒരു ആർട്ടിഫിഷ്യൽ ബാരിയർ നമ്മൾ സൃഷ്ടിക്കും, ഈ സീ വേവ്സ് അങ്ങോട്ട് വന്ന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡോക്ക് വാൾ, ഓപ്ഷൻ ബി ബ്രേക്ക് വാട്ടർ, ഓപ്ഷൻ സി ക്വേ, ഓപ്ഷൻ ഡി ഹാർബർ. എന്താണ് നമ്മൾ വിളിക്കുക? ബ്രേക്ക് വാട്ടർ എന്നാണ്. അതായത് ആ വാട്ടറിൻ്റെ ഇമ്പാക്റ്റ്, വേവ്സിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബ്രേക്ക് വാട്ടർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ലൈം ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റോൺസ് കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം സിലിക്കേറ്റ് ഈസ് കോൾഡ്. നമുക്ക് എന്താണ്, നമ്മുടെ ഏത് സ്റ്റോൺ ആണോ ആ സ്റ്റോണിലെ ഹൈ പെർസെൻറ്റേജ് ഓഫ് അലുമിനിയം സിലിക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടുന്ന ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓപ്ഷൻ എ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം, ഓപ്ഷൻ ബി സെമി ഹൈഡ്രോളിക് ലൈം, ഓപ്ഷൻ സി ഫാറ്റ് ലൈം, ഓപ്ഷൻ ഡി കങ്കർ ലൈം. ഇത് ഏതാണ് വരിക? എമിനൻ്റ് ഹൈഡ്രോളിക് ലൈം എന്നാണ് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ വിച്ച് പോസസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ അറ്റ് എനി പോയിന്റ്. ഏതൊരു പോയിന്റിൽ നിന്നും എല്ലാ ഡയറക്ഷനിലും സെയിം ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐസോട്രോപിക് മെറ്റീരിയൽ എന്നാണ് അല്ലേ. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്, ഇതിലെ എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോട്രോപിക് മെറ്റീരിയൽ. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്, ആ ഡയറക്ഷനിലെ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മെറ്റീരിയൽ. ഓക്കെ, രണ്ടും ഓർത്തിരിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു പോയിന്റിൽ നിന്നും എല്ലാ ഡയറക്ഷനിലോട്ടും മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി സെയിം ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോട്രോപിക് മെറ്റീരിയൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.